ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾ വരുമ്പോഴേക്കും നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. എല്ലാവർക്കും അറിയാമെന്നറിയാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാട്ടോ ഈ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിലേക്ക് ആകെപ്പാട് 3-4 ഇൻഗ്രീഡിയൻസ് മതി. ശർക്കര, തേങ്ങ, മൈദ, എഗ്ഗ്. ഈ 3-4 സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്കിത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് പൊടിച്ച ശർക്കര അല്ലെങ്കിൽ ശർക്കര കുത്തിയിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ശർക്കര ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ട് തന്നെ വേണം. കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല പതപതായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3-4 ഏലക്കയും കൂടെ ചതച്ചതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അതിലേക്കുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ 2 കപ്പ് മൈദാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല കുറച്ച് ലൂസായിട്ട് വേണം. അധികം കട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ ദോശ നന്നാവില്ല, അത് പാനിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ ബാറ്റർ ഉണ്ടാക്കണം. അങ്ങനെ അടിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ലൂസാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിലൊരു പാൻ വെച്ചെടുക്കാം. നമുക്ക് ഒരേ ടൈമിൽ തന്നെ ഇത് ഉണ്ടാക്കാം കേട്ടോ. ദോശ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ ഇത് റോൾ ചെയ്തും കൊടുക്കണം ഫില്ലിങ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ദോശ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചൂടോടൊക്കെ തന്നെ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്ത് മടക്കി വെച്ച് കൊടുക്കണം. അപ്പോഴാണ് അത് വേഗം സ്പീഡിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. പിന്നെ ആണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. എസ്പെഷ്യലി ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇത് പാലട, ഇലഞ്ചി എന്നൊക്കെ പറയും കേട്ടോ. അപ്പം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാനും ഭയങ്കര സോഫ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ഇഷ്ടമായിരിക്കും. കാരണം ശർക്കര ആണല്ലോ, നമ്മൾ ഷുഗർ യൂസ് ചെയ്യുന്നേയില്ല, ശർക്കര വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓരോന്ന് ഒരേ ടൈമിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇലടൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് സംഭവം, പക്ഷേ ഇതിന് ജസ്റ്റ് ബാറ്റർ മാറ്റി ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇലടക്ക് കുറച്ചും കൂടി ഒരു കട്ടി ഉണ്ടാവും, പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു സംഭവം നമ്മൾ ആട്ടപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. പിന്നെ മൈദ ആണെങ്കിലൊക്കെ കുറച്ച് ചെറിയ ടേസ്റ്റ് ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.